ധാരണ ചെയ്ത് ഒരു ലെവലിൽ എത്തിയിട്ട് നമുക്ക് ധ്യാനത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതല്ലാതെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ധ്യാനം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ധാരണ പ്രാക്ടീസ് ചെയ്യാം. നമ്മളെന്താ അപ്പോൾ ചോദിക്കും എന്താണ് ധാരണയെന്ന്, ഇല്ലേ? ആ ധാരണയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഉള്ള ഒരു കോൺസെൻട്രേഷനാണ്. അപ്പോൾ ചിലർ അത് സ്വീകരിക്കുന്നത്, ധ്യാനം ചെയ്യാൻ വേണ്ടി ചിലർ എടുക്കുന്നത് മന്ത്രമായിരിക്കും. ആ മന്ത്രജപം ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ദേവതയുടെ മന്ത്രമായിരിക്കും. ആ മന്ത്രജപത്തിലൂടെ നമുക്ക് ധ്യാനത്തിലോട്ട് പോകാം, ലയിക്കും. എന്നുവെച്ചാൽ അവസാനം നമ്മൾ ജപിച്ച് വരുമ്പോൾ ആ മന്ത്രം സ്റ്റോപ്പ് ആവും. ആ മന്ത്രത്തിലോട്ട് ലയിക്കും. നമ്മുടെ നമ്മുടെ ശ്രദ്ധ മൊത്തവും ആ മന്ത്രത്തിലേക്ക് വരും. അവിടെ ആ മന്ത്രമായി മാറും, ആ മന്ത്രം മാത്രമായിട്ട് മാറും. ആ മന്ത്രം പൂർണ്ണമായിട്ട് മാറി അതിലേക്ക് നമ്മൾ ലയിക്കും. അത് ആ ലയനം സംഭവിക്കുമ്പോൾ അവിടെ ധ്യാനം തുടങ്ങും.